എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്കറിയുമല്ലോ ആരായിരുന്നു ബഹുമാനപ്പെട്ട കുമറംപുത്തൂർ ഉസ്താദ് അവരുകൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സ്ഥാനം വഹിച്ചിരുന്ന ബഹുമാനപ്പെട്ടവർ. എന്റെ നാട്ടിലെ ഖതീബ് ഉസ്താദ് അവരുകളായ റഫീഖ് ഫൈസി മാടന്നൂർ അവർ ഉസ്താദിന്റെ ഖാദിമായിരുന്നു. അവരെന്നോട് ഒരു വിഷയം പറഞ്ഞു. ഒരു പ്രാവശ്യം ഉസ്താദ് അവരുകൾ ക്ലാസിന്റെ ഉള്ളിലിടുന്ന ചെരുപ്പ് അതിനെ അതാ ഉസ്താദ് ഒന്ന് കഴുകി വെച്ചതിരെ. അങ്ങനെ അതാ ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചെരുപ്പ് കഴുകിയത് കണ്ടപ്പോൾ ഉസ്താദ് ചോദിച്ചു, അല്ല ഇതെന്തിനാണ് കഴുകിയത്? ഇത് ഉള്ളിലിടുന്ന ചെരുപ്പല്ലേ, എന്തിനാണ് ഇതിനെ കഴുകിയത് എന്ന് ചോദിച്ചുകൊണ്ട്, ഈ വെള്ളം ഉപയോഗിച്ചതിന് നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയണ്ടേ? ഇതിന് സോപ്പ് ഉപയോഗിച്ചതിന്റെ പേരിൽ ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ മറുപടി പറയണ്ടേ എന്ന് അവിടെ നിന്ന് ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രമാത്രം സൂക്ഷ്മത പാലിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതാക്കളാണ് നമ്മുടെ നേതൃത്വമെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയുമല്ലോ ആരാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലകൊള്ളുമ്പോഴും ഒരിത്തിരി പോലും ആദർശത്തിൽ കലർപ്പില്ലാതെ, ആരുടെ മുമ്പിലും ആദർശത്തിൽ തോറ്റുകൊടുക്കാതെ നിന്ന വലിയൊരു പ്രസ്ഥാനമായിരുന്നില്ലേ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സദസ്സിലേക്ക് ഒരു സ്ത്രീയത കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഹൈദർ അലി ശിഹാബ് തങ്ങളോട് പറയുന്നു, തങ്ങളെ എനിക്ക് വീടില്ല, എനിക്ക് 2 മക്കളുണ്ട്, പെൺമക്കളുണ്ട്, ഞാനിതാ വാടക വീടിലാണ് താമസിക്കുന്നത്, എനിക്കൊരു റാഹത്തില്ല ജീവിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പുഞ്ചിരിയോടുകൂടെ അവരോടതാ ചിരിച്ചുകൊണ്ട് ഒരു 10 രൂപ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ 10 രൂപ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ട് ആ സ്ത്രീ 10 രൂപ ബറക്കത്തിന് വേണ്ടി എടുത്തു വെക്കുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് ആ സ്ത്രീയുടെ അടുത്തേക്ക് ആരോ ഒരാൾ വന്ന് ചോദിക്കുന്നു, 5 സെന്റ് ഇവിടെ പ്ലേസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ സ്ഥലം തരാം, ചെറിയ റേറ്റിന് തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ സ്ത്രീ വാങ്ങുകയാണ്. എന്ന് മാത്രമല്ല, തുടർന്ന് അവിടുത്തെ സർക്കാരിന്റെ ഭാഗമായി ആ സ്ത്രീക്ക് അവിടുന്ന് വീടുണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എത്രമാത്രം ആ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു കറാമത്തിന്റെ ഭാഗമല്ലയോ എന്റെ പ്രിയമുള്ളവരെ? ആ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ കൊടുത്ത ആ 10 രൂപ ബറക്കത്തിന് വേണ്ടി വെച്ച, ബറക്കത്തായി എടുത്തു വെച്ച, നാം സുന്നികളാകും അങ്ങനെയാണല്ലോ, ആ ബറക്കത്തിന് വേണ്ടി എടുത്തു വെച്ച ആ കാശ് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ നാം മനസ്സിലാക്കിയവരാണ്. ഇങ്ങനെ പല നിലക്കും സമസ്തയുടെ ഒരുപാട് കറാമത്തുകൾ പരന്നു കിടക്കുകയാണ്. എന്തിനേറെ പറയണം എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ബഹുമാനപ്പെട്ട സമസ്തക്ക് ദീർഘകാലം 40 വർഷക്കാലം നേതൃത്വം വഹിച്ച, 40 വർഷക്കാലം സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. നമുക്കൊരിക്കലും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയാതെ നമ്മുടെ സമസ്തയുടെ കുറിച്ച് ചരിത്രം നമുക്ക് ഒരിടത്തും പറയാൻ സാധ്യമല്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ. ആ ബഹുമാനപ്പെട്ടവർ 40 വർഷക്കാലം സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ വന്ന പ്രശ്നങ്ങൾ എത്രയാണ്, വന്ന പ്രയാസങ്ങൾ എത്രയാണ്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല പക്വതയോടുകൂടെ ഈ സംഘത്തിന് നയിച്ചവരാണ് അവർ. യമനിൽ നിന്നും വന്ന പണ്ഡിത തറവാട്ടിൽ ഉദിച്ച സൂര്യ തേജസ്സാണ്. അതുകൊണ്ടാണ് ലോകം വിളിച്ചത്, അവിടുത്തെ ഇൽമിനെ കണ്ടുകൊണ്ടാണ് ലോകം വിളിച്ചത് ശംസുൽ ഉലമ, ഉലമാക്കളുടെ സൂര്യൻ. എന്റെ പ്രിയമുള്ളവരെ, അവിടുത്തെ മരണം നാം ഒരിക്കലും മറക്കാൻ സാധ്യമല്ലാത്ത എന്നുള്ള ആശയത്തിന് ഞാൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പല സമയം നിങ്ങൾ കേട്ടവരാണെങ്കിലും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ മരണം എങ്ങനെയായിരുന്നു നാം എല്ലാവരും പല സമയം കേട്ടവരാണ്. ബഹുമാനപ്പെട്ടവർ അവസാനമായി തന്റെ ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണ്? ലോകത്ത് ഇതുപോലൊരു ചരിത്രം മറ്റൊരാൾക്ക് പറയാൻ സാധ്യമുണ്ടോ? അവിടുന്ന് പള്ളിയുടെ ബാങ്കിന്റെ സുന്ദരമായ വചനമന്ത്രങ്ങൾ മുഴങ്ങുമ്പോൾ അതിന്റെ ഓരോ വാക്കുകൾക്ക് ജവാബ് പറഞ്ഞുകൊണ്ട് അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമന്ത്രം കേൾക്കുമ്പോൾ അതിനതാ നേരെ ഉത്തരം പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലെ തസ്ബീഹ് മാലതാ താഴോട്ട് വീഴുന്നു. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തൊരാൾക്ക് ഇതുപോലെ മറക്കാൻ പറ്റാത്ത ഒരു ചരിത്രം പറയാൻ സാധിക്കുമോ? ബാങ്കിന്റെ വചനമന്ത്രങ്ങൾക്ക് അതേപടി ജവാബ് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ, ലോകത്തിൽ ഒരു പകരം വെക്കാനില്ലാത്ത സുൽത്താനായി ജീവിച്ച ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമ മരണം നമുക്ക് തന്ന ഏറ്റവും വലിയ പാഠമാണ്. അവിടുത്തെ ഖബർ എവിടെയാണ് നിലകൊള്ളുന്നത്? ആ മഖ്ബർ എവിടെയാണ് നിലകൊള്ളുന്നത്? ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അജേയമായ നേതൃത്വം വഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട
സയ്യിദുൽ നമ്മുടെ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ അവരുടെ കാലിന്റെ ചുവട്ടിലാണല്ലോ കിടക്കുന്നത്. നിങ്ങളൊന്ന് പരിശോധിച്ചോ, ഒരുപാട് മഖ്ബറകളുള്ള സ്ഥലമാണല്ലോ വരക്കൽ. അവിടെ എല്ലാവരും സയ്യിദന്മാരാണെങ്കിൽ അവിടെ സയ്യിദ് അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമയാണ്. എന്തിനാണ് പലരും ശൈഖുനാ ശംസുല്ലമയെ വഴിതെറ്റിയെന്നും സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അവർക്ക് വോൾട്ടേജ് കുറഞ്ഞെന്നെല്ലാം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ ലോകത്തിലേക്ക് ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽ ചുവട്ടിൽ എങ്ങനെയാണോ ഉമർ റളിയല്ലാഹു തആല അൻഹു കടക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചതും അവിടെ കിടന്നതും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമ ഉറങ്ങുകയാണ്. ഇത് ലോകത്തിലേക്ക് കൊടുത്ത പാഠമാണ് എന്റെ പ്രിയമുള്ളവരെ. അന്ന് കുറ്റപ്പെടുത്തിയവർ ഇന്നിതാ വഹാബികളുടെ വേദിയിൽ പ്രശംസിക്കപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ വേദികളിൽ തന്നെ വഹാബി ചാപ്പ കുത്തപ്പെടുന്ന ഒരു സന്ദർഭത്തിലേക്ക് അവർ താന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേവലം ഒരു സംഘടനയല്ല, കേവലം ഒരു സംഘടനയായി കാണേണ്ടതല്ല. ഇത് നമുക്ക് ഈമാനിന് കാവൽ നിന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമസ്തയുടെ എന്ത് പരിപാടി വന്നാലും എവിടെ ഇതിന്റെ സബ് കമ്മിറ്റിയുടെ പരിപാടി വന്നാലും അതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്.